ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഐയുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴായിരുന്നു, ആ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് എപ്പോഴായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തതും, അതേപോലെ എപ്പോഴായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നതെന്നും, അതിൽ എത്രയായിരുന്നു കട്ട് ഓഫ് എന്നും, അതുപോലെ എപ്പോഴായിരുന്നു എത്ര അഡ്വൈസ് ആണ് പോയിട്ടുള്ളതെന്നും, ഇനി എപ്പോഴാണ് വിളിക്കുക എന്നുള്ളതെന്നും ഒക്കെ ആയിരിക്കും പറയുന്നുണ്ടാവാം. പിന്നെയുള്ളത് നമ്മൾ അതിന്റെ സിലബസ്, കഴിഞ്ഞ വർഷം സിലബസ്, അത് കൂടാണ്ട് നിങ്ങൾക്കറിയാം ഇതിലിപ്പം ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്ക്, ഇൻഡസ്ട്രിയൽ 5 ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സിലബസ് എങ്ങനെയാണെന്നും, അതേപോലെ ഓരോന്നിനും എത്ര മാർക്ക് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന കാര്യങ്ങളും പറയുന്നുണ്ടാവും. ഓക്കെ. പിന്നെയുള്ളത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. അപ്പൊ അതിൽ നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് ഡയറക്ടറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ. അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഇപ്പം വന്നിട്ടുള്ളതാണ്. അതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സിലബസ് ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതിന്റെയൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. അതേപോലെ ജോബ് പ്രൊഫൈൽ ഓഫ് ഐഒ ഇൻഡസ്ട്രി ഓഫീസർ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ജോബ് പ്രൊഫൈൽ എന്നും, അതേപോലെ നിങ്ങൾക്ക് എന്താ ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. അതല്ലാതെ പ്രൊമോഷൻ വഴി എങ്ങനെ എ ഡി ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഐഒയുടെ പോസ്റ്റിംഗ് എവിടെയായിരിക്കുന്നു, എവിടെയൊക്കെ ഐഒസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അതേപോലെ ജോബ് പ്രൊഫൈൽ എന്താണെന്നും, അതേപോലെ അതിന്റെ ഐ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊമോഷൻ എപ്പോഴാണെന്നും, ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഓവർവ്യൂ തന്നെയാണിത്. ഓക്കെ. അപ്പോ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിന് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസം, 2018 സെപ്റ്റംബർ മാസമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒക്ടോബർ മാസം നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റൂ. 2018 125/2018 കാറ്റഗറി നമ്പറായിട്ട് വന്നിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രീസ് കൊമേഴ്സ്, ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ, 35,700 തൊട്ട് 75,600. ഇത് പ്രീ റിവൈസ്ഡ് ആണ് കേട്ടോ. ഇത് പ്രീ റിവൈസ്ഡ് ആണ്. ഇപ്പൊ എനിക്ക് 55ന്റെ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 55,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്പർ ഓഫ് വേക്കൻസീസ് വെറും 3 ഇതാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഇതൊരു നോട്ടിഫിക്കേഷനിൽ വേക്കൻസീസ് കണ്ടിട്ട് എന്താ നിങ്ങൾ അപ്ലൈ ചെയ്യാതെ നിൽക്കരുത്. അപ്പൊ ഇതിൽ എത്ര അഡ്വൈസ് പോയിട്ടില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് എന്താ എക്സൈറ്റഡ് ആവും. കാരണം അത്രയും വേക്കൻസി, അത്രയും എന്താ പറയണ്ട അപ്പോയിന്റ്മെന്റ്സ് പോയിട്ടുണ്ട് ഇതില്. അതേപോലെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിലാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു 3 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിൽ എത്രയും നോക്ക്, 14, 18, 23, 24, 25, 35 വേക്കൻസീസ് ഉണ്ട്. ഈ 2023 സെപ്റ്റംബർ മാസം വരെ എന്താ 33 അല്ലെ. 33 വേക്കൻസീസ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം, സോറി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം വരെ. അപ്പൊ നമ്മൾ പറഞ്ഞു 2017 നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. 2018 നോട്ടിഫിക്കേഷൻ വന്നിട്ട് സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ. അത് കഴിഞ്ഞിട്ടോ എപ്പോഴാ OMR കണ്ടക്ട് ചെയ്തേക്കുന്നത്? 3/12/2019. 2019 ഡിസംബറിൽ എന്താ ഷോർട്ട് ലിസ്റ്റ് വന്നു അല്ലെ. അതായത് ഇതിനെന്താ ഇന്റർവ്യൂ ഉണ്ടല്ലേ. അപ്പോ 16/4/2021 സോറി പിന്നെ ഡിസംബർ 2019 എന്ത് ചെയ്തു? എക്സാം കണ്ടക്ട് ചെയ്തു കേട്ടോ. ഷോർട്ട് ലിസ്റ്റ് വന്നല്ല, എക്സാം കണ്ടക്ട് ചെയ്തു. 16/4 എത്ര പിന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നു അല്ലെ. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് എത്ര മാർക്കായിരുന്നു കട്ട് ഓഫ്? 46.33 മാർക്കായിരുന്നു കട്ട് ഓഫ്. ഞാൻ പറഞ്ഞു 5 ഡിപ്പാർട്ട്മെന്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ 5 ഡിപ്പാർട്ട്മെന്റിനായിട്ട് തന്നെ ഈ ഒരു മാർക്കാണ് എന്ത് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിൽ ഇലക്ട്രിക്കലിനൊക്കെ ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല ബേസിക് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോഴാ ഏപ്രിൽ മാസം ഷോർട്ട് ലിസ്റ്റ് വന്നു 2021. എന്നിട്ട് എന്താ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് ഡിസംബർ 8/12/2021 എന്താ അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ 8/12/2021 റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് എത്ര പേര് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നോക്കണ്ടേ. ഏകദേശം 75 പേരാണ് മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ 75 പേരാണ് എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ 8/12/2023, 2022 ഡിസംബർ, 2023 ഡിസംബർ, 2024 ഡിസംബറിൽ എന്ത് ചെയ്യും? ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ത് ചെയ്യും? അവസാനിക്കും 2024 ഡിസംബറിൽ. 2024 ഡിസംബർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പൊ നിങ്ങൾ നോക്ക്, ഇതുവരെ ഓപ്പൺ കാറ്റഗറി 42 പേര് എന്ത് ചെയ്യാം? 42 റാങ്ക് വരെ പോയിട്ടുണ്ട്. ടോട്ടൽ 56 അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 56 അഡ്വൈസ് പോയിട്ടുണ്ട്. ഈഴവ കാറ്റഗറി 48, SC സപ്ലിമെന്ററി ലിസ്റ്റ് 4 വരെ പോയിട്ടുണ്ട്, ST സപ്ലിമെന്ററി ലിസ്റ്റ് 1, മുസ്ലിം 45, LC പറയ 3, OBC 50, വാണി 65, SIUC തന്നെ 52, ഹിന്ദു നടാറ് വിത്തിൻ OC, SCC ഡി വിത്തിൻ OC, LP ബർബിറ്റി ഒറ്റപ്പെടുകയാണ്. അപ്പൊ 7/10/2023 ലാസ്റ്റ് ഡേയ്സ് പോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു 2024 ഡിസംബറിനായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവസാനിക്കുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അതേപോലെ എന്താ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇത്രയും ബ്രാഞ്ചുകൾക്ക് തന്നെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത്രയും ബ്രാഞ്ചസിന്റെ എന്താ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഈ ഒരു ബ്രാഞ്ചസിനൊക്കെ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ആവശ്യമില്ലാന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സെഷനിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പൊ ഇതില് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സർവേയിങ്, ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ 3 മൊഡ്യൂളുള്ള 3 മൊഡ്യൂളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു. ബ്രേക്സിന് 2, സ്റ്റീൽസിന് 2, അഗ്രിഗേറ്റിന് 2, കോൺക്രീറ്റിന് 2, ടോട്ടൽ 8 മാർക്ക്. മാസണറി 3, ഫൗണ്ടേഷന് 2, 5 മാർക്ക്. സർവേയിങ്ങിന് 7 മാർക്ക്. ടോട്ടല് 8, 5, 13, 7, 20 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എക്സ്ട്രീം പോളിടെക്നിക് ഒക്കെ എഴുതിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ചോദിച്ചത് അല്ലെ. അതേ സിലബസിനേക്ക് ഇതിലുണ്ടാവുക. കുറച്ചൊന്ന് ഡെപ്ത്, ചെറിയൊരു ഡെപ്തിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ സിലബസ്. ബേസിക് സിവില്, ബേസിക് മെക്ക്, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ്, പിന്നെ കമ്പ്യൂട്ടർ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും എന്തിയാ നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. അതല്ല നിങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്തിയാ ഇതിനെക്കാട്ടും കുറച്ച് ലെവൽ കൂടിയാണ്, കുറച്ച് ഡെപ്തിൽ അധികം നിങ്ങൾ പഠിക്കണം. അത്യാവശ്യം ഗ്ലാമറസ് പോസ്റ്റ് ആണല്ലോ. അപ്പൊ അതിലേക്ക് എന്താ കുറച്ചധികം ഡെപ്ത് കൂട്ടി നിങ്ങൾ പഠിക്കണം. അതിന്റെ സിലബസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഡെപ്ത് എന്താ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇത് ഈ ഒരു സിലബസ് എന്താ എല്ലാ ബ്രാഞ്ചും സിമ്പിൾ ആയിട്ട് മാത്രമേ ഉള്ളൂ. അത് കൂടാണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എന്താ കെമിക്കൽ കൂടെ ഉണ്ട് പഠിക്കാൻ. അതിൽ ഇൻഡസ്ട്രിയൽ ഇല്ല, കെമിക്കൽ ആണ് അതിലുള്ളത്. ഓക്കെ, അതിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് 3, 3, 6, 3, 9 മാർക്കാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് 1, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഹൈഡ്രോളിക്സ് മെഷീൻസ് 1, IC എഞ്ചിൻസ് 1, പവർ ട്രാൻസ്മിഷൻ ഓട്ടോമൊബൈൽസ് 1, ബോയിലേഴ്സ് 1, റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് 1, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് 2, മാനുഫാക്ചറിംഗ് ടെക്നോളജി 2, മെഷീൻ ടൂൾസ് 1. 2, 5, 6, 7, 8, 9, 10, 11 മാർക്ക് വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എന്നോ, ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിന് 6 മാർക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 5 മാർക്ക്, AC ഫണ്ടമെന്റൽസിന് 3 മാർക്ക്, ജനറേഷൻ ഓഫ് പവറിന് 3 മാർക്ക്, 3 ഫേസ് സിസ്റ്റത്തിന് 1 മാർക്ക്, ഇലക്ട്രിക് സർക്യൂട്ട്സിന് 2 മാർക്ക്. 6, 9, 5, 20 മാർക്ക് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് അപേക്ഷിച്ച് പറയുമ്പോൾ ഇലക്ട്രിക്കലിനും കമ്പ്യൂട്ടർ സയൻസിനും കുറച്ചധികം ഡെപ്തുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ബാക്കിയൊക്കെ വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ വന്നേക്കുന്നത്. ഇപ്പൊ ഇലക്ട്രോണിക്സിന്റെ കേസിലാണെങ്കിൽ കപ്പാസിറ്റേഴ്സ് 3, ഇൻഡക്ടേഴ്സ് 1, PN ജംഗ്ഷൻ 1, ഡയോഡ് 2, ഡിജിറ്റൽ മൾട്ടിമീറ്റർ 2, സോളർ സെൽ 1, സെൻസേഴ്സ് 2, ബ്ലൂടൂത്ത് 1, GPRS 1, സ്വിച്ചസ് 1, ആംപ്ലിഫയേഴ്സ് 1, മൈക്രോഫോൺസ് 1, ഇൻസുലേറ്റർ 3 മാർക്ക്. ഇത് എനിക്ക് ടോട്ടൽ കൂട്ടി 20 മാർക്ക് കിട്ടുന്നു കേട്ടോ. 4, 5, 10, 14, 15, 16, 17, 20 മാർക്ക്. ഓക്കെ, അപ്പോ ഇതില് കമ്പ്യൂട്ടറിന്റെ നമ്മൾ ആഡ് ആണ് കിട്ടിയത്. അപ്പൊ കമ്പ്യൂട്ടറിന് എന്താ 20 മാർക്ക്. കാരണം എന്താ CS 20, ഇലക്ട്രോണിക്സ് 20, 40, ഇലക്ട്രിക്കൽ 60, 71, 80, 100. കണ്ടില്ല കറക്റ്റ്. അപ്പൊ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രിക്കൽ നിന്നാണ് കുറച്ചധികം ഡെപ്തിൽ ചോദ്യങ്ങൾ വന്നേക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന് ആഡ് ആണ് വിട്ടുപോയതാണ്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എന്താ 20 മാർക്ക്, എന്നാൽ മാത്രം നമുക്ക് ടോട്ടൽ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഐയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്താ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജോബ് പ്രൊഫൈലിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ആരാണ് ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ?
അപ്പോ ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസറായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എവിടെയായിരിക്കും? ഓരോ ബ്ലോക്കിലും ആയിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾ IO ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ മെയിൻ ആയിട്ട് ഒരു IO ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് MSME സെക്ടേഴ്സിൽ വരുന്ന ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യാനാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ജോലി. ഓക്കെ, MSME സെക്ടേഴ്സിൽ വരുന്ന ഇൻഡസ്ട്രീസ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പൊ ഈ MSME എന്ന് വെച്ചാൽ എന്താ, അത് നമുക്കറിയാലോ, നമ്മളെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്കീമാണല്ലേ, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അല്ലെ MSME, അതായത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്ന കാറ്റഗറി, ആ ഒരു സെക്ടറിൽ വരുന്ന ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാനാണ് മെയിൻ ആയിട്ടുള്ള ഒരു ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഫൈല്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇതെന്താ, നമുക്കൊരു എന്താ പറയുക, ഒരു ഡെസ്ക് ജോബാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഓഫീസ് ജോബാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇത് നമുക്കൊരു 40% ഓഫീസ് ജോബും 60% ഒരു ഫീൽഡും ആണെന്ന് നമുക്ക് പറയാൻ. ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, പല സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും, പല ഏരിയാസിലൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതേപോലെ നമുക്ക് അവിടെ പബ്ലിക്കുമായിട്ട് മെയിൻ ആയിട്ട് ഇന്ററാക്ഷൻ വേണ്ടി, അതായത് എന്റർപ്രീനേഴ്സ് ആയിട്ട് നമുക്ക് ഇന്ററാക്ഷൻ വേണ്ടി വരും. അതേപോലെ നമുക്കിപ്പം പുതിയതായിട്ട് ഒരു ഇൻഡസ്ട്രീസ് തുടങ്ങുന്ന ആൾക്കാർക്ക് എന്താ പല ഇഷ്യൂസ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ എന്താ നമ്മൾ സോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇൻഡസ്ട്രീസ് ഒക്കെ എന്താ ഇപ്പം കേരളത്തിൽ ഇപ്പം ഒരു വ്യവസായ സൗഹൃദമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ അതില് കുറെ EDC ഒക്കെ എന്താ ഇപ്പം പിന്നെ ജോലി ഇതായിരിക്കും എന്താ പറയണ്ടേ, കോൺട്രാക്റ്റിലൊക്കെ കയറിയിട്ടുണ്ടല്ലേ. അപ്പൊ അവരൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ IOക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടാവുക. അതേപോലെ പല സെൻട്രൽ ഗവൺമെന്റ് തന്നെ പല റിബേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താ ഓരോ ഇൻഡസ്ട്രീസ്, ഓരോ എന്താ പറയുക ഇൻഡസ്ട്രീസ് തുടങ്ങുന്ന ആൾക്കാർക്ക് എന്താ പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ ചിലപ്പോഴും എന്താ ബാങ്കിലൊക്കെ പോയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ എന്താ മാക്സിമം ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോടുകൂടി വർക്ക് ചെയ്യേണ്ടതാണ്. അതേപോലെ ഇത് എപ്പോഴും എന്താ ഓരോ ദിവസങ്ങൾക്ക് എന്താ പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എന്താ ഡീൽ ചെയ്യേണ്ടി വരും. അതായത് ഒരു മോണോട്ടോണസ് അല്ലെ മോണോട്ടോണിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അതായത് നിങ്ങൾ എപ്പോഴും ഒരേ കാര്യം തന്നെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾക്ക് പല പല കാര്യങ്ങളും പല എന്താ പറയണ്ടേ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എന്താ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം ഒരു ഇൻഡസ്ട്രീസ് തുടങ്ങുന്ന ആൾക്ക് ഒരാളുടെ ഇഷ്യൂ ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക അല്ലെ. പലർക്കും പല ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊക്കെ എന്താ നമ്മള് എന്താ പറയണ്ടേ, അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, അതായത് പുതിയ ഇൻഡസ്ട്രീസ് എന്താ ഡെവലപ്പ് ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ജോബ് പ്രൊഫൈലിൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ എന്താ ബ്ലോക്ക് തലത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറി കിട്ടും. ഇപ്പൊ തിരുവനന്തപുരം ബ്ലോക്ക് നോക്ക്, തിരുവനന്തപുരം താലൂക്ക് നോക്ക്. ഇതിലിപ്പോ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. പുതിയ താലൂക്ക് ഇത് ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഡാറ്റയിൽ അവൈലബിൾ അല്ലാന്ന് തോന്നാം. തിരുവനന്തപുരം താലൂക്കിലാണെങ്കിൽ എന്താ പോത്തൻകോട് ബ്ലോക്ക്, തിരുവനന്തപുരം കോർപ്പറേഷൻ ബ്ലോക്ക്, നേമം ബ്ലോക്ക്. അപ്പൊ ഇവിടെ എന്താ ഈ 3 ബ്ലോക്കിലൊക്കെ എന്താ പോത്തൻകോട് ബ്ലോക്കിൽ ഒരു IO ആയിരിക്കും ഉണ്ടാവുക, അവരെ മൊബൈൽ നമ്പർ ആയത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ, നേമം കോർപ്പറേഷൻ. അപ്പൊ ഓരോ ബ്ലോക്കിലും എന്താ ഓരോ IO ആയിരിക്കും ഉണ്ടാവുക. അപ്പോ ഈ മൂന്ന് IO കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് എന്താ ഇവിടെ ഒരു AD IO ഉണ്ടാവും. അതാണ് IOയുടെ നേരെ പ്രൊമോഷൻ ആരാണ്, AD ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ എത്ര IO ഉണ്ടാവും, എത്ര AD IO ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറഞ്ഞു ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, ഇങ്ങനെ സ്ട്രക്ചർ എങ്ങനെയാണെന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. അപ്പൊ ഇത് AD IO അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഡയറക്ടർ. അപ്പൊ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് പല ഡിപ്പാർട്ട്മെന്റാണ്. നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് ടെക്നിക്കലി ഇത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞു, അതായത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ എത്ര 17 ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. 17 ബ്ലോക്കിലേക്കായിട്ട് എന്താ 17 ഉണ്ടാവില്ല, അതിനേക്കാൾ കുറച്ച് കുറവുണ്ടാവില്ല. ചിലപ്പോഴെന്താ അവിടെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസും കൂടി അവിടെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ എന്താ ഇത്രയും IOs ഉണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം ഇത്ര 5 താലൂക്കോ മറ്റോ ആണുള്ളത്. അപ്പൊ അതിനെക്കാട്ടി കൂടുതൽ 2 AD IOs എക്സ്ട്രാ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്താ AD IOs, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ. അതായത് IO ഒന്ന് നേരെ പ്രൊമോഷൻ കിട്ടുന്നുണ്ടാവും ആർക്കാർക്കും, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്കായിരിക്കും പ്രൊമോഷൻ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ അതിലേക്ക് ഇങ്ങനെ പ്രൊമോഷൻ വന്നു കഴിഞ്ഞാല് പിന്നെ അടുത്ത എന്താ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടായിരിക്കും പ്രൊമോഷൻ ഉണ്ടാവുക. ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പൊ ആ ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോഴെന്താ ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും നടത്തും. അതേപോലെ എന്താ നമുക്ക്
പ്രൊമോഷൻ ആയിട്ടും വരുന്നുണ്ടാവും അസിസ്റ്റന്റ് ഡയറക്ടർ. അത് കഴിഞ്ഞ് നേരെ എന്താ മാനേജർ ആയിട്ട് മാറുന്നുണ്ടാവും. പിന്നെ എന്താ ജനറൽ മാനേജേഴ്സ് ആയിട്ടും വരുന്നുണ്ടാവും. ഇതാണ് ഒരു ഡിസ്ട്രിക്റ്റിൽ വരുന്നുണ്ടാവുക. ഇതാണ് എന്താ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ്, DIC എന്നാണ് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ. അപ്പോ ഇതിലിപ്പോ തിരുവനന്തപുരത്താണെങ്കിൽ എന്താ 17 IOS ഉണ്ട്, KDIS എത്ര ഉണ്ട്, ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ. അതിലൂടെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിട്ടാണ് വന്നുള്ളത്. മാനേജേഴ്സ് 4, ജനറൽ മാനേജേഴ്സ് 1 തിരുവനന്തപുരം. അപ്പൊ ഓരോ ജില്ലയിലും ഓരോന്നായിട്ട് മാറുന്നുണ്ടാവും. അതേപോലെ നമ്മൾ പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്താ ഇപ്പൊ പറയുകയാണെങ്കിൽ കാസർഗോഡ് ഉണ്ട്, നേരെ മറിച്ച് എന്താ കണ്ണൂരില്ല. പക്ഷെ വയനാട് ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താ അത് ഡിസ്ട്രിക്ട് വൈസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ. അത് ഡിസ്ട്രിക്ട് വൈസ് ആണെന്നില്ലായിരുന്നു നമുക്ക് എന്താ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ നോക്കുക എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എത്ര 2 ഉണ്ട് AD. നേരെ മറിച്ച് ബാക്കിയുള്ള പാലക്കാട്, മലപ്പുറം, കോഴിക്കോടൊന്നും ഇല്ല. ഇവിടെ ഒന്നും ഇല്ല, കണ്ടില്ല. തിരുവനന്തപുരം ഇല്ല, കൊല്ലം ഇല്ല, പത്തനംതിട്ട ഇല്ല, ആലപ്പുഴ ഇല്ല. ഓക്കെ. അപ്പൊ അതിന്റെ ഡിസ്ട്രിക്ട് വൈസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ നേരെ പ്രൊമോഷൻ കിട്ടുന്നുണ്ടാവുക അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസേഴ്സ് ആയിട്ടാണ്. അവിടെ നേരെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ്. പിന്നെ മാനേജേഴ്സ്, പിന്നെ ജനറൽ മാനേജേഴ്സ് എന്നുള്ള രീതിയിൽ. അതാണ് നമ്മളെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റേഴ്സ് എന്നുള്ള രീതിയിൽ ഉണ്ടാവുക. പിന്നെ എന്താ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെഡ് ഓഫീസിൽ ഉണ്ടാവുക. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് എന്താ ADs ഉണ്ട്, അതുപോലെ ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, പിന്നെ നമ്മുടെ ഡയറക്ടർ. ഇവരൊക്കെ എന്താ IAS ഓഫീസേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോ നമ്മൾ ഇതിന്റെ സിലബസ് നമുക്ക് ADയുടെയും അതേപോലെ IEയുടെയും സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു അനാലിസിസിലേക്ക് നമുക്ക് പോവാം. ഇതിപ്പോ ഇപ്പം തന്നെ എന്താ ലെങ്ത് കൂടിയിട്ടുണ്ടാവും. കാരണം വെച്ചാല് നമ്മളെ വ്യൂവേഴ്സ് എപ്പോഴും എന്താ ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ള വീഡിയോസ് ആണ് അവർക്ക് പ്രിഫറബിൾ. കാരണം വെച്ചാൽ കൂടുതലായിട്ടുള്ള ഡ്യൂറേഷൻ ഒന്നും അവർ കാണാറില്ല. അപ്പൊ ഇത് മാക്സിമം ഞാൻ എന്താ കുറക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോ ഞാൻ വേണമെങ്കിൽ കൂടുതൽ അന്വേഷിച്ചിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ താഴെ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിലൊന്നും മറന്നുപോയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് നോക്കാം. അപ്പോ ഓക്കെ, കൂടുതലായിട്ടൊന്നും ഇല്ല. ഓക്കെ, താങ്ക് യു.